ഹായ് ഗൈസ്, വെൽക്കം ടു സ്ക്വീമിയോ. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് നേരെ ന്യൂസിലോട്ട് കിടക്കാം. സാംസങ്ങിൻ്റെ പുതിയ വാച്ചുകളിലെല്ലാം എക്സിനോസിൻ്റെ W980 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന വാച്ച് 6 ഫാമിലിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും സാംസങ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സാംസങ്ങിൻ്റെ നിർത്തിപ്പോയ റൊട്ടേറ്റിംഗ് ബെസൽസ് വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. എന്തായാലും സാംസങ്ങിനാകെ റിഗ്രറ്റ് അടിച്ചു എന്ന് തോന്നുന്നുണ്ട് ഈ ആ ഒരു ബെസൽസ് നിർത്തിയ കാര്യത്തിൽ. അതുപോലെ പുതിയ വാച്ചിൻ്റെ ബെസൽസൊക്കെ കുറച്ചുകൂടി തിന്നറായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ സൈസ് വലുതാക്കി റെസൊല്യൂഷനും കൂട്ടാൻ സാധ്യതയുണ്ട്. വാട്സാപ്പ് ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഫീച്ചർ അല്ല, ആക്ച്വലി പഴയൊരു ഫീച്ചറിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നേക്കാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഡിസപ്പിയറിങ് മെസ്സേജസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡിസപ്പിയറിങ് മെസ്സേജസ് ഇനബിൾ ചെയ്തിട്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് വരികയാണെങ്കിൽ അവരോട് അനുവാദം ചോദിച്ചിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫീച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. കല്യാണത്തിൻ്റെ വെന്യൂവും അതുപോലെ സമയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് ഇനബിൾ ചെയ്തിട്ടുള്ള ഒരാൾ നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് മാത്രം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, അത് കളയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പുറത്തിരിക്കുന്ന പാർട്ടി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് കീപ്പ് ചെയ്യാനുള്ളൊരു പുതിയ ഫീച്ചറാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷവോമിയുടെ മിക്സ് ഫോൾഡ് 3 എന്ന് പറയുന്ന മോഡൽ 2023 രണ്ടാമത്തെ പകുതിയിൽ ഇറങ്ങും എന്നാണ് കേൾക്കുന്നത്. ഇതിന് പെരിസ്കോപ്പിക് ലെൻസും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഡിസൈനും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും IP റേറ്റിംഗ്സ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ USB 3.2 സപ്പോർട്ടും 16 GB റാം, LPDDR5X റാമും ഇതിന് ഉണ്ടായിരിക്കും. 512 GB 1 TB വേരിയൻസ് ആണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഇന്നർ ഡിസ്പ്ലേയിൽ LTPO ഡിസ്പ്ലേ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. LTPO ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് OLED ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് GPUവിൻ്റെ സഹായം ഇല്ലാതെ ഡൈനാമിക് ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ്സ് ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇന്നർ ഡിസ്പ്ലേയിൽ LTPO കൊടുത്തിട്ടുള്ളത്. 120 Hz ടോപ്പ് റീഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. ജൂൺ 21 വിവോൻ്റെ പാഡ് 2 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ലോഞ്ചിന്. ഇതിനകത്ത് ഡിമെൻസിറ്റിയുടെ 9000 ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആയിരിക്കും. 9450 mAh ബാറ്ററി വിത്ത് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് ഈ ഒരു ടാബ്ലറ്റിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിവോൻ്റെ X Fold 2 ജൂലൈയിൽ ലോഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഹിഞ്ച് മെക്കാനിസം വരും. ഒബ്വിയസ്ലി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. പ്രീവിയസ് വേർഷനേക്കാളും സ്ലിമ്മറും ലൈറ്ററുമായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. കാൾസിയസ് ലെൻസിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ആയിരിക്കും ഇതിന് വരാൻ പോകുന്നത്. മോട്ടറോള റേസർ എന്ന് പറയുന്ന മോഡൽ 2023 വേർഷൻ 144 Hz റീഫ്രഷ് റേറ്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ചിപ്സെറ്റും ആയിരിക്കും ഇതിന്. പിന്നെ ബാറ്ററി ഡൗൺഗ്രേഡ് ചെയ്യപ്പെടാം എന്നും റൂമേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ ആകെ 3500 mAh ബാറ്ററി ഉള്ളൂ. ഇനി ഡൗൺഗ്രേഡ് ചെയ്ത് എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല. റിയൽമി 11 Pro Plus എന്ന് പറയുന്ന മോഡലിൽ മൂൺ മോഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഒക്കെ മൂൺ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. സോ അതുപോലെയാണോ അതോ പുതിയ ടെക്നോളജീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. അതുപോലെ 200 MP സാംസങ് ഐസോസെൽ HP3 സെൻസേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 120 Hz കേർവ്ഡ് OLED ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഡെമൻസിറ്റി 7000 സീരീസിലുള്ള ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടി 5000 mAh ബാറ്ററിയും ഇതിൽ ഉണ്ടായിരിക്കും. ഗൂഗിൾ പിക്സൽ ടാബ്ലറ്റിൻ്റെ ലോഞ്ച് അടുത്തൊരു 6 മാസത്തേക്ക് ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇല്ല, ടെൻസർ G2 ചിപ്സെറ്റൊക്കെ ഇതിൽ വരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റൈലിഷ് പെൻ ഉണ്ടാവുമെന്ന് റൂമേഴ്സ് ഉണ്ട്. ക്യാമറ സെൻസേഴ്സ് സോണി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്.
വിവോൻ്റെ S17 Pro എന്ന് പറയുന്ന മോഡൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വി സീരീസിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റേബിലൈസേഷനോട് കൂടിയ സോണിയുടെ IMX766V എന്ന് പറയുന്ന സെൻസറായിരിക്കും ഇതിന് യൂസ് ചെയ്യുന്നത്, 50 മെഗാ പിക്സലിൻ്റെ. മറ്റ് ക്യാമറ സെൻസേഴ്സ് വരുന്നത് അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആൻഡ് പോർട്രേറ്റ് ക്യാമറയ്ക്ക് ഒരു 12 മെഗാ പിക്സലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പോക്കോൻ്റെ F5 Pro എന്ന് പറയുന്ന വേർഷൻ റെഡ്മി K60 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു റീബ്രാൻഡഡ് ആയിരിക്കാം എന്ന് റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആവാനാണ് സാധ്യത. നെറ്റ്ഫ്ലിക്സ് പാസ്വേഡ് ഷെയറിങ് നിർത്തിയതിന് ശേഷം 1.75 മില്യൺ പുതിയ യൂസേഴ്സാണ് നെറ്റ്ഫ്ലിക്സിൽ കയറിയിട്ടുള്ളത്. ഇയർലി ബേസിസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 4% ഒരു ഗ്രോത്ത് ഈ കൊല്ലം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നെറ്റ്ഫ്ലിക്സിൻ്റെ പണി ഏൽക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ Exynos 2400 എന്ന് പറയുന്ന പുതിയ വരാൻ പോകുന്ന ചിപ്സെറ്റിൽ മാസീവ് ഇൻക്രീസ് പെർഫോമൻസിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ AMD ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത്, AMD മാത്രമല്ല പല ഗെയിം ഡെവലപ്പേഴ്സിനെയും AMDനെയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് റേറ്റ് റേസിംഗ് ഗെയിമിങ്ങിലൊക്കെ കൊണ്ടുവരാൻ എക്സ്റ്റെൻസീവായിട്ട് സാംസങ് നോക്കുന്നുണ്ട്. S24 സീരീസിലൊക്കെ ഈ ഒരു ചിപ്സെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നും GSM Arena പോലുള്ള സൈറ്റുകൾ പറയുന്നുണ്ട്. എനിക്ക് ഈ Exynos തീരെ താല്പര്യമില്ല. എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയതാണ്. എന്തായാലും കുറച്ച് പേരൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന സാധനം പോയി എടുക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൂഗിൾ പിക്സൽ ഫോൾഡിൻ്റെ കുറച്ച് ലീക്ക്ഡ് സ്പെക്സ് കിട്ടിയിട്ടുണ്ട്. 120 Hz OLED സ്ക്രീൻ ആയിരിക്കാം വരാൻ പോകുന്നത്. ടെൻസർ G2 ചിപ്സെറ്റ് ആയിരിക്കും ഇതിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രോസസ്സറായിട്ട് ടൈറ്റാൻ്റെ M2 ഉണ്ടായിരിക്കും. ലേസർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഓട്ടോ ഫോക്കസ് ആയിരിക്കും ഇതിന് വരാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റേബിലൈസേഷനോട് കൂടിയ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 10.8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആൻഡ് ടെലിഫോട്ടോ ലെൻസസ് ആയിരിക്കും മറ്റ് 2 ക്യാമറകൾ. iPhone 15 പുതിയ ലൈനപ്പിൽ പ്രോ അല്ലാത്ത വെർഷൻസിന് സയാൻ്റെയും ഗ്രീൻ്റെയും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. iPhone 15 പ്രോ അല്ലാത്ത വേർഷൻസിൽ സിയാനും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോ വേർഷനിൽ ഒരു ഡാർക്ക് റെഡ് കളറും പുതിയതായിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ നൈസായിട്ട് ബാങ്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരുടെ പുതിയ സേവിങ്സ് ഫീച്ചർ, ആപ്പിൾ കാർഡ് യൂസേഴ്സിന് പുതിയ സേവിങ്സ് ഫീച്ചറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അവർ വന്നിട്ടുള്ളത്. ഈ ഒരു ഫീച്ചർ അവരൊരു 6 മാസം മുന്നേ അനൗൺസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അത് ലൈവായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും അമേരിക്കയിലുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾഡ്മാൻ സാക്സിനായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീച്ചർ. HTC ഒരു പുതിയ ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അവർ അത് ആഫ്രിക്കയിൽ മാത്രമേ ലോഞ്ച് ചെയ്യുന്നുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിയ തോന്നി HTCയുടെ പേര് വീണ്ടും കേട്ടപ്പോൾ. വൈൽഡ് ഫയർ E2 പ്ലേ എന്നാണ് ഈ ഒരു പുതിയ മോഡലിൻ്റെ പേര്. അതുപോലെ യൂണിസ്കോ T606 ചിപ്സെറ്റാണ് ഇതിന് വരാൻ പോകുന്നത്. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയും ഇതിന് ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ 8 മെഗാ പിക്സൽസ് ആണ്. HTC എന്തായാലും ഇത് ആഫ്രിക്കയിൽ ഇറക്കുന്നുള്ളൂ. പക്ഷേ HTC എന്ന പേര് കേട്ടപ്പോൾ ഷെയർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം പുതിയ ന്യൂസുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഗുഡ് ബൈ.